ദുരന്തം എന്ന് പറയുന്നത് ഇവിടെ ഈ നിൽക്കുന്ന നാട്ടുകാരുടെ ഒരു യൂണിറ്റി, നമ്മൾ മാധ്യമങ്ങളൊക്കെ ഇന്നലെ മുതൽ വളരെ ആവേശത്തോടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നാട്ടുകാരുടെ ഒരു യൂണിറ്റി. ഈ യൂണിറ്റി ഒന്നുകൊണ്ട് മാത്രമാണ് ഈ മരണസംഖ്യ ഇത്ര കുറച്ച് ഉണ്ടായത്. ഈ നാട്ടുകാരുടെ ഇവർ ഈ എടുത്ത സ്ട്രെയിന് 24 മണിക്കൂറായിട്ട് ഈ നിൽക്കുന്ന ആളുകളിൽ ഇന്നലെ ആ സമയത്ത് ഇവിടെ വന്ന് ഈ സമയം വരെ വീട്ടിൽ പോകാത്ത ജനങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്, നിങ്ങൾ അങ്ങോട്ടൊന്ന് നോക്കൂ, അവിടെ നോക്കൂ, 2 നമ്പർ എഴുതി വെച്ചിട്ടുണ്ട്. 101ാമത്തെ ആൾക്കും ഈ ബോട്ടിൽ കയറാനാണത്. അവനെ വിളിച്ച് ബോട്ടിൽ കയറാം. അവിടെ ഒരു ഫോൺ പേ ഉണ്ട്, കാശ് വാങ്ങാനുള്ള ഒരു ഫോൺ പേ ഉണ്ട്. ഈ ബോട്ടിൽ ഒരു വിമാനത്തിൽ നിങ്ങളൊന്ന് നോക്കൂ, 1 കിലോ ലഗേജ്, നിങ്ങളെല്ലാവരും യാത്ര ചെയ്യുന്നവരല്ലേ, 1 കിലോ ലഗേജ് നിങ്ങളുടെ അധികം കയറ്റുമോ? ഇനി അത് കയറ്റണമെങ്കിൽ അവർ കയറ്റും. ആ 1 കിലോ ലഗേജ് വിമാനം താങ്ങൂല എന്ന് കണ്ടാൽ അടുത്ത ഫ്ലൈറ്റിലെ ആ ഒരു ബാഗ് വരും. ഇത് ഈ കയത്തിലേക്ക്, ആഴക്കയത്തിലേക്ക് പിഞ്ചു മക്കളെ അടക്കം ഇവർ കുത്തി നിറച്ച് കൊണ്ടുപോകുന്നത് ഈ ബോട്ടിൻ്റെ ഉടമ. 4ാം ക്ലാസ്സുകാരനായ ഒരാൾക്ക് കിട്ടും ബോട്ടിൻ്റെ ലൈസൻസ്. അവൻ പഠിക്കണ്ട, അവൻ ഇതൊന്നും പഠിച്ചിരിക്കണമെന്നില്ല. കയറുന്ന ആ തൊഴിലാളികൾക്ക് ട്രെയിനിങ് ഉണ്ടോ, ഇതുണ്ടോ? ഒരു വാർഡൻ ഇവിടെ ഉണ്ടായില്ല എന്ന് പറഞ്ഞപ്പോഴേ ഞാനൊക്കെ അത്ഭുതപ്പെട്ടു പോയി. ഒരു വാർഡൻ ഇവിടെ, ഇത്രയും ജനനിബിഡമായ ഒരു ജില്ലയിൽ, ഈ വെക്കേഷനാണ്, ഈ ജനങ്ങളൊക്കെ തിങ്ങി വരുന്ന സ്ഥലമാണ്. ഈ സ്ഥലത്ത് ഇതൊന്നും നിയന്ത്രിക്കാൻ ഒരു വാർഡ് ആളുകൾ വിളിച്ചു പറയാ. കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോ പുറത്തു വന്നു, ഇന്നലത്തെ ആയിട്ടാണ് വരുന്നതല്ല, മുമ്പാണ്. ഒരു ജനപ്രതിനിധി അത് ചൂണ്ടിക്കാണിച്ചപ്പോൾ അവനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു. ഇതൊക്കെ ചെയ്യാൻ ഇവർക്ക് ധൈര്യം കിട്ടുന്ന എവിടുന്ന? ഈ സ്റ്റെപ്പ് മുതൽ ഇത് ഞങ്ങൾ സർക്കാരിനെയോ അല്ലെങ്കിൽ ഈ മന്ത്രിയോ ഒന്നും അല്ല കുറ്റപ്പെടുത്തുന്ന. അവരൊന്നും സർക്കാരിൻ്റെ പണിയും മന്ത്രിയുടെ പണിയും ഇവിടെ പരപ്പനങ്ങാടിയിൽ ബോട്ടിൽ ആൾ കയറുന്നതൊന്നും നോക്കലല്ല. ഇതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഈ ഉദ്യോഗസ്ഥന്മാർ ഇതിൻ്റെ ഈ മരിച്ച ഈ 15ഓളം പേരുടെ ഈ പാവപ്പെട്ട ജീവനുകളുടെ അച്ചാരം വാങ്ങിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ചെയ്യേണ്ട ഒരു പണി എന്താണെന്ന് വെച്ചാൽ, ഇന്ന് വൈകുന്നേരത്തോടെ ഈ അനുശോചനം, അത് അവർ ഖബറിലെത്തി. അവരൊക്കെ മരിച്ച മുസ്ലിങ്ങളാണ് ഒരുപാട് പേര്. ഈ മുസ്ലിങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഷഹീദിന്റെ കൂലിയാണ്. അവരുടെ കാര്യം പറിച്ചോ നോക്കിക്കോളും. നിങ്ങൾ ചെയ്യേണ്ട പണി എന്താ വെച്ചാൽ, നാളെ രാവിലെ മുതൽ ഈ സംഗതി ഇനി ആവർത്തിക്കാൻ പാടില്ല. 4 ദിവസം കഴിഞ്ഞിട്ട് മാധ്യമങ്ങൾ മറന്നു പോകാൻ പാടില്ല. നിങ്ങൾ ഈ സമരം ഇതിനൊരു അറുതി വരുന്നത് വരെ, നമ്മുടെ പിഞ്ചോമനകൾ കയറുമ്പോൾ അവർ സുരക്ഷിതമായി വൈകുന്നേരം വീട്ടിലെത്തും എന്ന് ഉറപ്പിക്കുന്ന തരത്തിൽ നിങ്ങൾ പ്രക്ഷോഭം ആരംഭിക്കണം. സർക്കാരിനെതിരെയല്ല പ്രക്ഷോഭം. ഈ പറയുന്ന ഈ ഉദ്യോഗസ്ഥ തലത്തിലുള്ള ആളുകൾ ഇവരുടെ അച്ചാരം വാങ്ങിയിട്ട് മിണ്ടാതിരുന്ന എന്തും കെട്ടിക്കോ. നേരത്തെ ഇവിടുത്തെ ലേഖകൻ ചൂണ്ടിക്കാണിച്ച് കണ്ടില്ലേ നിങ്ങൾ? ആ കമ്പി വേലി കൂടെ ഒരാൾക്ക് പുറത്തിറങ്ങാൻ പറ്റുമോ? ഒരാൾക്ക് ഇറങ്ങാൻ കഴിഞ്ഞാലല്ലേ എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് എനിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റൂ. എൻ്റെ കുഞ്ഞിനെ വെള്ളത്തിലേക്ക് ഇട്ടിട്ട് എനിക്ക് ഇറങ്ങാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ എങ്ങനെ രക്ഷിക്കും എൻ്റെ മോനെ? ഇത്രയും ദാരുണം, ഇത്രയും എന്താ പറയുക, അക്ഷന്തവ്യമായ പിഴവാണ്. ഇത് ഒരു കാര്യം കൂടി പറയാം, പിഴവാണെന്ന് മാത്രമല്ല, ഇത് മനുഷ്യനിർമ്മിതമാണ്. ഈ മനുഷ്യരെന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ മനുഷ്യരല്ല. ഈ നാട്ടിലെ മനുഷ്യർ ഒരാളുടെ ജീവന് 1 സെക്കൻഡിന്റെ ഇതിൽ തിരിച്ചു കിട്ടുന്നുണ്ടെങ്കിൽ ആ സെക്കൻഡിന്റെ പോലും വില കൊടുത്തുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങൾ ഒരു യൂണിറ്റി ആയിട്ട് നിന്നതിന്റെ, നിങ്ങൾക്ക് ആർക്കും ട്രെയിനിങ് കിട്ടിയിട്ടില്ലല്ലോ. നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ആർക്കെങ്കിലും ട്രെയിനിങ്? ഇങ്ങനെ ഒരു അപകടം നടന്നാൽ പ്രവർത്തിക്കാനില്ല. ഈ ട്രെയിനിങ് കിട്ടിയവന്മാർ വീട്ടിൽ കിടന്നുറങ്ങാൻ ശമ്പളം വാങ്ങിയിട്ട്, മനസ്സിലായില്ലേ? ഈ ട്രെയിനിങ് കിട്ടിയവന്മാരിൽ ഒരാള് അവിടെ നിന്നിട്ട് പറയാണ് കയറരുത്. അവന്റെ യൂണിഫോം കൊണ്ട് ആരെങ്കിലും കയറുമോ? നിങ്ങൾ പറഞ്ഞാൽ എന്ത് ചെയ്യും? നിങ്ങളെ അടിക്കും. അതല്ല അന്ന് കണ്ടത്. യൂണിഫോം ഇട്ട് ഒരുത്തം നിന്നിട്ട് പാടില്ല. 21ാമത്തെ ആൾ അതിൽ കയറാൻ പാടില്ല. ഈ കമ്പി പാടില്ല. ഇത് ഇവിടുന്ന് പുറപ്പെടുന്ന ഈ കമ്പി. എന്തൊക്കെ സംവിധാനം നമ്മുടെ നാട്ടിലുണ്ട്. 28 സ്റ്റേറ്റ് ഉണ്ട് നമ്മുടെ, 29 സ്റ്റേറ്റും 8 കേന്ദ്രഭരണ പ്രദേശമുണ്ട്. ഇതിലേതെങ്കിലും ഒരു സ്റ്റേറ്റിൽ, ഒരു സ്ഥലത്ത് നിങ്ങൾക്ക്, ഏത് സ്റ്റേറ്റ് ആവട്ടെ, മിസോറാം ആവട്ടെ, കാശ്മീർ ആവട്ടെ, ഒരു പേന നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓൺലൈനിൽ ബുക്ക് ചെയ്താൽ നിങ്ങളുടെ വീട്ടിൽ പിറ്റേന്ന് എത്തൂലേ? ഇത് നോക്കൂ, ആ ബാർക്കോഡും വാങ്ങിപ്പോയി കൊണ്ടൊട്ടിച്ചില്ലേ? ഇതിൽ എൻ്റെ കുട്ടിക്ക് കയറാൻ നിൽക്കാൻ സീറ്റുണ്ടോ, ഇരിക്കാൻ സീറ്റുണ്ടോ, എൻ്റെ കുട്ടിക്ക് ലൈഫ് ജാക്കറ്റ് ഉണ്ടോ, അതിൻ്റെ സാധനം ഉണ്ടോ, അതിന് റിവ്യൂ ഉണ്ടോ, ആളുകളുടെ അഭിപ്രായം എന്തായാലും ഇട്ടിരിക്കുന്നത്? ഇത്രയും പോലെ ഈ ഓൺലൈൻ യുഗത്തിൽ ഈ ആളുകളെ കൊണ്ടുപോയി കൊന്നതാണ് ഉദ്യോഗസ്ഥർ. അത് പറഞ്ഞ് നാളെ നിങ്ങൾ തെരുവിലേക്ക് ഇറങ്ങണം. നമ്മുടെ അനുശോചനമൊക്കെ എടുത്താൽ നിങ്ങളുടെ നാട്ടുകാർ ചെയ്തതെല്ലാം ലോക മലയാളികൾ ലോകം കാണുകയാണ്. ഇന്നിപ്പോൾ ഞാൻ കുറച്ച് നേരത്തെ അൽ ജസീറ TV-യിൽ ഇതിൻ്റെ നിങ്ങളുടെ നാട്ടുകാരുടെ യൂണിറ്റിയെ പറ്റി പറയുന്നത്, 226 രാജ്യങ്ങൾ കേൾക്കുന്ന അൽ ജസീറ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. നിങ്ങൾ നോക്കൂ, നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ അപകടം വരുമ്പോൾ ഓടിയെത്തുന്ന നിങ്ങൾ എടുക്കുന്നതിൻ്റെ 1% ട്രെയിൻ ഈ ഉദ്യോഗസ്ഥന്മാരിൽ ഒരാളെ ഒന്ന് ഇങ്ങോട്ട് അയച്ചിട്ട് ഇത്രയും നമ്മൾ ഏറ്റവും കൂടുതൽ ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ ലോകത്തെ എല്ലാ രാജ്യങ്ങളും ഉപയോഗപ്പെടുത്തുന്ന മുരളി തുമ്പാരുകുടി എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്. നമ്മുടെ സർക്കാരിന് അദ്ദേഹത്തെ ആവശ്യമില്ല.
അദ്ദേഹം ഏപ്രിൽ 1-ാം തീയതി എഴുതി, നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ. അതൊന്നും നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ കഴിയില്ലല്ലോ. ഏപ്രിൽ 1-ന് എഴുതിയ ഒരു സാധനം ഫേസ്ബുക്കിൽ കളിക്കുന്നുണ്ടെന്ന് വായിച്ചു നോക്കൂ. 10 പേരിലധികം വരുന്ന ആളുകൾ 1-ാം തീയതി എഴുതുന്നത്. ഇന്ന് എത്ര ഡേറ്റ് എത്രയാ? 8 അല്ലേ? 1-ാം തീയതി എഴുതാ 10 പേരിലധികം ആളുകൾ ബോട്ടപകടത്തിൽ മരിക്കാൻ പോകുന്നു വരുന്ന ദിവസങ്ങൾക്കുള്ളിൽ. ഈ പറയുന്നത് അയാൾ ഈ സാധനം പഠിച്ചോണ്ടാ ഇത് പറയുമ്പോൾ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പൊതുപ്രവർത്തകനൊന്ന് ഏറ്റുപിടിച്ചിട്ട് എനിക്കും സങ്കടമുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കൊക്കെ ഷെയർ ചെയ്യുന്ന ആളെ, പക്ഷേ ഇത് ഞാൻ കണ്ടു, ഞാൻ ഷെയർ ചെയ്തില്ല. നമ്മളല്ല ഇത് ചെയ്യേണ്ടതെന്ന്. ഇത് ശ്രദ്ധയിൽപ്പെട്ടാൽ ഇങ്ങനൊരു സാധനം ഇത്രയും പവർഫുള്ളായ ഒരാൾ US അടക്കം ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റിന് സേവനത്തിന് വേണ്ടി വിളിക്കുന്ന ഒരാൾ കേരളത്തിൽ ഇങ്ങനൊരു സാധനം ഇടുമ്പോൾ ശ്രദ്ധിക്കണ്ടേ? അവർ നോക്കണ്ടേ? ഇതിങ്ങനൊരു സാധ്യതയില്ലേ എന്ന് പരിശോധിക്കണ്ടേ? ഇത് ഇവിടെ നിന്നു. ഇനി ഇതിപ്പോ ഇങ്ങനെ നടക്കുമ്പോൾ പോലും കേരളത്തിൽ നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലും ബോട്ട് കുത്തി നിറച്ച് പല സ്ഥലത്തും ഓടുകയാണ്. ഇത് തീരാൻ നിങ്ങൾ ചെയ്യേണ്ട പണി എന്താ വെച്ചാൽ നിങ്ങൾ ഇറങ്ങണം. നിങ്ങൾ ഈ അനുശോചനം വീട്ടിൽ സമാധാനിപ്പിക്കുക, അതൊക്കെ അവരെ കുടുംബങ്ങൾ നോക്കിക്കോളും. നിങ്ങളുടെ പണി അതല്ല. നിങ്ങൾ നാട്ടുകാർ ഈ തോന്നിയാസം ഇനി ഇവിടെ നിന്നല്ല, കേരളത്തിൽ നിന്നല്ല, ലോകത്തൊരു സ്ഥലത്തും നടക്കരുത്. അതുപോലുള്ള പ്രതിഷേധം ഈ ഉദ്യോഗസ്ഥർക്കെതിരെ നടത്തണം. അതാണ് നിങ്ങൾ ചെയ്യുന്ന പണി. ഒറ്റ കാര്യം സംസ്ഥാന സർക്കാരിനോട്, നേരത്തെ ഞാനൊരു PDPയുടെ പ്രതിനിധിയാണ്. ഞാൻ പ്രതിനിധിയായിട്ടല്ല ഇവിടെ വന്നത്, മനുഷ്യനായിട്ടാണ് ഇവിടെ വന്നത്. എനിക്ക് കിടന്നിട്ട് ഉറക്കം വരാത്തതുകൊണ്ട് ഞാൻ കണ്ണൂരിൽ നിന്ന് ഓടി വന്നതാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നേരത്തെ ഞങ്ങളുടെ സെക്രട്ടേറിയറ്റ് മെമ്പർ പറഞ്ഞ പോലെ ഈ ദുരന്തം ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ കേരളം എന്ന് പറയുന്നത് ഒരു കൊച്ചു സംസ്ഥാനമാണ്. മറ്റ് തമിഴ്നാട്, ആന്ധ്ര, കർണാടകയൊക്കെ പോലുള്ള സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് 1,86,000, 96,000, 2-നും 1.5 ലക്ഷത്തിനും ഇടയിൽ ചതുരശ്ര കിലോമീറ്ററിൽ ഒരു ചതുരശ്ര കിലോമീറ്ററിൽ 1, 2, 5 ആളുകളൊക്കെ താമസിക്കുന്ന സ്റ്റേറ്റാണ്. നമ്മുടെ കേരളം എന്ന് പറയുന്നത് കേവലം 44,000 ചതുരശ്ര കിലോമീറ്റർ ഉള്ളൂ. ഈ സ്റ്റേറ്റുകളെ വെച്ച് പറയുമ്പോൾ 10-1 നമ്മുടെ കേരളമുള്ളൂ. ഈ കേരളത്തിൻ്റെ ഈ നദികളും പുഴകളും കസ്തൂരി രംഗനും മറ്റേ രംഗനും ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാകെ 32,000 ചതുരശ്ര കിലോമീറ്ററാണ്. ഈ 32,000 ചതുരശ്ര കിലോമീറ്ററിൽ ഒരു ചതുരശ്ര കിലോമീറ്ററിൽ 1,300 ആൾ തിങ്ങിപ്പാർക്കാം. ആന്ധ്രയിൽ 6 ആളാണ് താമസിക്കുന്നത് ഒരു ചതുരശ്ര കിലോമീറ്ററിൽ. ഇവിടെ 1,300 ആൾ താമസിക്കുക. ഞാൻ നിങ്ങളോടായിട്ടൊന്ന് പറഞ്ഞു, ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം. നമ്മുടെ സ്റ്റേറ്റ് ചെറുതാണ്. ഈ സ്റ്റേറ്റിൽ നടന്ന ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്ത് നടന്ന ഈ ദുരന്തത്തെ ദേശീയ ദുരന്തമായി സർക്കാർ പ്രഖ്യാപിക്കണം. നരേന്ദ്രമോദി പ്രഖ്യാപിച്ചു. എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽ ഇത് എത്തിയെങ്കിൽ ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം. ഈ അപകടത്തിൽപ്പെട്ട മുഴുവൻ ആളുകൾക്കും അവരുടെ ആ നഷ്ടപ്പെട്ട ജീവിതത്തിന് മാന്യമായ നഷ്ടപരിഹാരം സർക്കാർ കൊടുക്കണം. നേരത്തെ ഇവിടെ ചൂണ്ടിക്കാണിച്ച ഒരു കുടുംബത്തിൽ നിന്ന് മൊത്തം ഒലിച്ചുപോയി. ഇനി ആ കുടുംബം എങ്ങനെ പൊരുത്തപ്പെടും? ആ കുടുംബത്തിലെ ഒരു കുടുംബത്തിലെ മൊത്തം, ഞാൻ ഇപ്പം മയ്യത്ത് കണ്ടിട്ട് വരാം, ഒരു കുടുംബത്തിലെ മുഴുവൻ പോയി. 7 വയസ്സുള്ള ഒരു കുഞ്ഞു മാത്രമാണ് അവശേഷിക്കുന്നത്. ആ കുഞ്ഞെങ്ങനെ ഇനി ഒരു ദിവസം ഒരു നിമിഷം കഴിച്ചു കൂട്ടും? നമുക്ക് കഴിച്ചു കൂട്ടാൻ കഴിയും. നമുക്ക് വേണമെങ്കിൽ ഡോക്ടറെ കണ്ടിട്ട് ഒരു ആറ്റിനോ എന്തെങ്കിലും ഒരു ഗുളിക കഴിച്ച് കിടന്നുറങ്ങും. ഈ കുഞ്ഞെങ്ങനെ ഉറങ്ങും? ഈ കുഞ്ഞിന് നമുക്ക് മരുന്ന് കൊടുക്കാൻ പറ്റുമോ? ഉറക്കാൻ പറ്റുമോ? ഇത് ഉറങ്ങണ്ടേ? അപ്പോൾ ഇത് നിങ്ങൾ നാട്ടുകാർ ചെയ്യേണ്ട പണി. ഇന്നിപ്പോൾ ഈ മന്ത്രിമാരും മറ്റവരും മറിച്ചവരൊക്കെ അനുശോചന യോഗം, മഹാമേളം ഒക്കെ ഇവിടെ നടക്കും. അതൊക്കെ ഇവിടെ നടന്നോട്ടെ. നാളെ മുതൽ നിങ്ങളൊരു യൂണിറ്റി ആയിട്ട്, ഞാനിപ്പോൾ ഇത് പറഞ്ഞു എന്നേ ഉള്ളൂ. ഞാനിപ്പോൾ അവിടെ നിന്ന് കണ്ടു, അവിടെ ഒരു ഇത് കെട്ടിയിരിക്കുന്ന സാധനത്തിന് തീ കൊളുത്തു. ഈ തീ കൊളുത്തലും ഈ 4-ാം ക്ലാസ്സുകാരനായ ഇതിൻ്റെ ഓണറുടെ വീട്ടിലേക്ക് ചെല്ലലെന്നല്ല നമ്മളെടുക്കേണ്ട പണി. അവന് ലൈസൻസ് കിട്ടിയിട്ടാ വെച്ചാൽ ഇവൻ ആര് ലൈസൻസ് കൊടുത്തു? ഇവൻ ആരാ ലൈസൻസ് കൊടുത്തത്? ഇവന് ലൈസൻസ് കൊടുത്തത് ആരാ? അവിടെയാണ് നമ്മൾ ചോദ്യം ഉന്നയിക്കുന്നത്. നിങ്ങൾ നിർത്തുകയാണ്, ഇത് ഇറക്കുകയാണോ? ഞാൻ നിർത്തുകയാണ്. നിങ്ങൾ നാട്ടുകാർ ഇതിൽ ഇടപെടണം എന്നാണ് ഒരു മനുഷ്യൻ എന്ന നിലയിൽ, ഈ സാധനത്തെ ഇത് കേട്ടിട്ട് കണ്ണൂരിനോടിയിട്ട് ഒരു മനുഷ്യൻ എന്ന നിലയിൽ പറയാനുണ്ട്. ഇവിടെ